നമസ്കാരം. പ്രധാന വാർത്തകൾ. സർചാർജ് ഈടാക്കാൻ KSEBിക്ക് അനുമതി നൽകി റെഗുലേറ്ററി കമ്മീഷൻ. വൈദ്യുതി നിരക്ക് കൂട്ടിയിട്ടും സർചാർജ് ഈടാക്കാൻ KSEBിക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ജനുവരി മാസം യൂണിറ്റിന് 9 പൈസ വെച്ച് സർചാർജ് ഈടാക്കാം. യൂണിറ്റിന് 17 പൈസയായിരുന്നു KSEB ആവശ്യപ്പെട്ടിരുന്നത്. 2024 ഏപ്രിൽ മുതൽ ജൂലൈ വരെ വൈദ്യുതി വാങ്ങിയതിലെ ബാധ്യത തീർക്കാനാണ് സർചാർജ് ഈടാക്കുന്നത്. ജനുവരിയിൽ സ്വന്തം നിലയിൽ യൂണിറ്റിന് 10 പൈസ വെച്ച് ഈടാക്കാൻ KSEB തീരുമാനിച്ചിരുന്നു. നവംബർ മാസം വൈദ്യുതി വാങ്ങിയതിലെ 17.79 കോടി രൂപ പിരിച്ചെടുക്കാനാണിത്. അതുവഴി ജനുവരി മാസം സർചാർജായി മൊത്തം പിരിക്കുക യൂണിറ്റിന് 19 പൈസ വരെയാകും. വൈദ്യുതിക്ക് യൂണിറ്റിന് 16 പൈസ വർദ്ധിപ്പിച്ചിരുന്നു. പ്രതിഭ MLAയുടെ മകനെതിരായ കേസ്. എക്സൈസ് കമ്മീഷണർക്ക് സ്ഥലം മാറ്റം. പ്രതികരിച്ച മന്ത്രി MP രാജേഷ്. ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ PK ജയരാജിനെ സ്ഥലം മാറ്റിയ സംഭവത്തിൽ പ്രതികരണവുമായി മന്ത്രി MP രാജേഷ്. എക്സൈസ് കമ്മീഷണറുടെ സ്ഥലം മാറ്റം പ്രമോഷൻ ട്രാൻസ്ഫർ ആണെന്ന് MP രാജേഷ് പറഞ്ഞു. DPC കൂടാൻ വൈകിയത് കൊണ്ടാണ് ഉത്തരവ് വൈകിയത്. വാർത്ത കേട്ടാൽ തോന്നും ഒരാൾക്കെതിരെ മാത്രമാണ് നടപടിയെന്ന്. വേറെ ഒരു തരത്തിലും ഇടപെടലുണ്ടായിട്ടില്ല. വാർത്ത വന്നത് ദുരുദ്ദേശത്തോടെയാണെന്നും എല്ലാറ്റിനും അതിരും പഴുതിയുമുണ്ടെന്നും MP രാജേഷ് പറഞ്ഞു. ഭാര്യ വീട്ടിൽ വിരുന്നിനെത്തിയ നവവരൻ പുഴയിൽ മുങ്ങി മരിച്ചു. ഭാര്യ വീട്ടിൽ വിരുന്നിനെത്തി ബന്ധുക്കൾക്കും വീട്ടുകാർക്കുമൊപ്പം പുഴയിൽ കുളിക്കുന്നതിനിടെ നവവരൻ മുങ്ങി മരിച്ചു. മലപ്പുറം കോട്ടക്കലിലാണ് ദാരുണമായ അപകടമുണ്ടായത്. പേരാമ്പ്ര മേപ്പയൂർ വാളിയിൽ ബഷീർ റംല ദമ്പതികളുടെ മകൻ മുഹമ്മദ് റോഷനാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. കടലുണ്ടിപ്പുഴയിൽ എടരിക്കോട് മഞ്ഞമാട് കടവിലായിരുന്നു അപകടം. ബന്ധുക്കൾക്കും വീട്ടുകാർക്കുമൊപ്പം പുഴയിൽ കുളിക്കുന്നതിനിടെ മുഹമ്മദ് റോഷൻ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. തെരച്ചിലിൽ ഉടൻ തന്നെ കണ്ടെത്തി കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണത്തിന് കീഴടങ്ങി. ചുടലപ്പാറ പത്തൂർ ഹംസക്കുട്ടിയുടെ മകൾ റാഹിബയുമായി കഴിഞ്ഞ 21-നായിരുന്നു റോഷന്റെ വിവാഹം. യുവാവിനെ കുത്തിക്കൊന്നു. കുത്തിയത് 15ഉം 16ഉം വയസ്സുള്ള കുട്ടികൾ. തൃശൂരിൽ യുവാവിനെ കുത്തിക്കൊന്നു. പാലസ് റോഡിന് സമീപമാണ് സംഭവം. ലിവിൻ എന്ന 30-കാരനാണ് മരിച്ചത്. രാത്രി 8:45-നായിരുന്നു സംഭവം. 15ഉം 16ഉം വയസ്സുള്ള കുട്ടികളാണ് കുത്തിയത്. തൃശൂർ ജില്ലാശുപത്രിക്ക് മുന്നിൽ തേക്കിൻകാട് മൈതാനിയിൽ ഇരിക്കുകയായിരുന്ന കുട്ടികളുമായി ലിവിൻ തർക്കത്തിലേർപ്പെടുകയായിരുന്നു. പിന്നാലെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് കുട്ടികൾ ലിവിനെ കുത്തുകയായിരുന്നു. ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി. സംഭവത്തിൽ 16-കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മൃതദേഹം ജില്ലാശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോലീസിൽ അഴിച്ചുപണി. തിരുവനന്തപുരം കമ്മീഷണറായി തോംസൺ ജോസ്. പോലീസിൽ വീണ്ടും അഴിച്ചുപണി. ഉദ്യോഗസ്ഥരെ IG DIG ചുമതലകളിലേക്ക് സ്ഥാനക്കയറ്റം നൽകിയും സ്ഥലമാറ്റം നൽകിയുമാണ് സർക്കാർ ഉത്തരവിറക്കിയത്. തോംസൺ ജോസ് തിരുവനന്തപുരം കമ്മീഷണറാകും. ഹരിശങ്കർ തൃശൂർ റേഞ്ച് DIG ആകും. യതീഷ് ചന്ദ്ര കണ്ണൂർ റേഞ്ച് DIG ആകും. തിരുവനന്തപുരം കമ്മീഷണർ സ്പർജൻ കുമാർ IPSനെ ഇന്റലിജൻസ് IG ആയി നിയമിച്ചു. ആഭ്യന്തര സുരക്ഷാ IG ചുമതലയും അദ്ദേഹത്തിനായിരിക്കും. ഉത്തരമേഖല IG ആയിരുന്ന K സേതുരാമൻ IPSനെ പോലീസ് അക്കാദമി ഡയറക്ടറായി നിയമിച്ചു. പകരം രാജ്പാൽ മീണ IPS ആണ് ഉത്തരമേഖല IG. ജയനാഥ് IPSന് മനുഷ്യാവകാശ കമ്മീഷൻ IG ആയി നിയമനം നൽകി. കാളിരാജ് മഹേഷ് കുമാർ IPSനെ ഗതാഗത സുരക്ഷാ IG ആയി ചുമതലപ്പെടുത്തി. സതീഷ് ബിനോ IPS ആണ് പുതിയ എറണാകുളം റേഞ്ച് DIG. കാർത്തിക് IPSന് വിജിലൻസ് DIG ആയി സ്ഥാനക്കയറ്റം ലഭിച്ചു. വിജിലൻസ് ഹെഡ്ക്വാർട്ടേഴ്സ് IG ചുമതലയും ഇദ്ദേഹത്തിനാണ്. നാരായണൻ T IPSന് DIG ആയും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായും സ്ഥാനക്കയറ്റം നൽകി. ജനുവരി 1 മുതൽ ഈ ഉത്തരവ് നിലവിൽ വരും.